എന്ന് പറഞ്ഞ സിഐഡികൾക്ക് പട്ടിണി എടുക്കാൻ സാരമില്ല, പാവം പോയി റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് ഇന്നത്തെ ഭക്ഷണം ഹോട്ടലിനാകാം. അതെ. ഹംഗ്രി മൃണാളിൽ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോ ഹംഗ്രി മൃണാളിലെ എന്റെ എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. തമ്പി, ഒരു 12 മണി അടുപ്പിച്ചാണ് ഞാൻ അവിടെ ചെല്ലുന്നത്. അധികം ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ഷാജി എന്ത് പറഞ്ഞു? നമുക്ക് ഈ ബ്രേക്ക്ഫാസ്റ്റ് മാർക്കറ്റ് ചെയ്ത് തുടങ്ങണം. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഭീകര സക്സസ് ആണ് ഈ റെസ്റ്റോറന്റ്. അത്രയധികം ആൾക്കാരാണ് വരുന്നത്. എനിക്ക് ചെയ്യേണ്ടി വന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് മൂത്രമൊഴിക്കാൻ പോലും പറ്റാറില്ല. അയ്യോ, ഡോക്ടേഴ്സിനെ കാണിച്ചൂടെ? അയ്യോ, ഇത് അസുഖമല്ല, ഞങ്ങൾക്ക് അത്രയ്ക്ക് തിരക്കാണെന്ന് വ്യക്തമാക്കി. ഈച്ച ശല്യമാണ് ചേട്ടന്റെ റെസ്റ്റോറന്റിൽ. അതിനാദ്യം എന്തെങ്കിലും ചെയ്യോ? എന്റെ റെസ്റ്റോറന്റിൽ ഞാൻ 3 ദിവസം മുമ്പ് പോയതാണ്. അവിടെ ഒരു ഈച്ച ശല്യം ആണോ? ആഹാ, കയ്യിലുള്ള കാശ് തന്നിട്ട് പാറ്റയും പൂച്ചയും വിഷാംശം കലർന്ന ഭക്ഷണം കഴിക്കണമെന്നോ? ഐ വിൽ കംപ്ലൈന്റ്. ഇന്ന് ഈച്ച കൂടുതലാണല്ലോ. ഞാൻ പറയുന്നത് ശരിയല്ല. ധർമ്മയും പറയുന്ന ഡയലോഗ് ഓർമ്മ. ഈച്ച ഞാൻ വളർത്തുന്ന ഈച്ച. ഈച്ചയൊക്കെ വന്നിരുന്ന ഭക്ഷണമാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വിളമ്പുന്നേ. ഇത് ഞാൻ വളർത്തുന്ന ഈച്ചയൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അയ്യോ ഈച്ച ഇവിടെ വരില്ലെന്ന് പറഞ്ഞ ഈച്ച അനുസരിക്കാൻ നമ്മൾ സാമ്പാറിന് ഉപ്പ് കുറവാ. എനിക്ക് കുറച്ച് ഉപ്പ് വേണം. ഉപ്പുമില്ല, മുളകുമില്ല, ഒന്നുമില്ല. ഉപ്പ് ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടുവയ്ക്കാം. അവിയലാ മുരിങ്ങിക്കാട് അതിപ്രസരമാണല്ലോ. വീട്ടിൽ അമ്മയും ഈ അടുത്തിടെയായിട്ട് മൊത്തം മുരിങ്ങ കറിയാണ്. കറികൾക്ക് എന്തെങ്കിലും രുചിക്കുറവുണ്ടെങ്കിൽ പറയണം. എന്നാ പിന്നെ അതിനെ നേരം കാണൂ, ഉണ്ണാൻ നേരം ഉണ്ടാവില്ല. കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ? സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. പിന്നെ വിശപ്പുണ്ട് കഴിക്കുക. ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ. സാമ്പാർ ഇത്രയേ ഉള്ളൂ. ഇതെനിക്ക് ഇതുപോലത്തെ 4 എണ്ണം വേണ്ടി വരും എനിക്ക്. അതാണ് പ്രശ്നം. പറഞ്ഞിട്ടുള്ളതാ, ഊണ് ശരിയല്ലെങ്കിൽ വേറെ കട നോക്കിക്കോളാൻ. കുറ്റം പറയല്ലാതെ ഉണ്ണുന്നതിൽ കുറവൊന്നും കാണുന്നില്ലല്ലോ. കാന്താരി കൂടെ ഉണ്ടായിരുന്നോ? തീർന്നു, സാമ്പാർ തീർന്നു. പക്ഷേ 2 എണ്ണം മേടിക്കണ്ടായിരുന്നു സാമ്പാർ. മോര് നോക്കാം. എല്ലാത്തിനും ഉപ്പ് ശകലം കുറവാണ്. മോരും നല്ല കാച്ചാണല്ലോ. ഇന്ന് എന്തോ നല്ല വിശപ്പ്. അതൊരു പുതിയ സംഭവമല്ലല്ലോ. നിരത്തി വെച്ചിട്ട് ഉപ്പ്, മുളക്, ഉള്ളി, ജീരകം, കരുവേപ്പില എല്ലാം അതിലിട്ട് വെച്ചാല് ഞാൻ എന്റെ പരുവത്തിനടുത്ത് കഴിച്ചോളാം. ഇനി മേല ഞാൻ അങ്ങനെ ചെയ്യാം. പിന്നെ റൈസ് 20 രൂപ, അവിയൽ 20 രൂപ, കൂട്ടുകറി 25 രൂപ. കൂട്ടുകറി 25 രൂപ ഉണ്ടല്ലേ. രസം സ്മാള് 14 രൂപയുടെ രസം ഇല്ലെണ്ണ. ഇതുപോലെ നല്ല ഫുഡ് ഉണ്ടാക്കാൻ നമ്മുടെ പുതിയ താമസ സ്ഥലത്ത് ആ കുക്കിനോട് നീ ഒന്ന് പറയണേ. ഒന്നാമത്തെ കാര്യം, ആ രസം 14 രൂപയ്ക്ക് ഇല്ല. പുളിശ്ശേരി ഊണിന് മാത്രം 200 രൂപയാണ് കേട്ടോ. 200 രൂപ 55 പൈസയാണ് ഊണിന് മാത്രം. ആണോ? അതിച്ചിരി കൂടുതലല്ലേ? മാങ്ങാത്തൊലി GST വിത്തോട്ട് പപ്പടം വരുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ എല്ലാം കൂടെ കഴിക്കാനാണെങ്കിൽ വേറെ ഏതെങ്കിലും നല്ല കടയിൽ പോയി കഴിക്കുന്നതാണ് നല്ലത്. ഇങ്ങോട്ട് വരല്ലേ. ഇവിടെ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. ആരാണ് അയാൾ? ഒരു ഫ്രോഡാ. നീ എന്തിനാ ഇവനൊക്കെ ഇപ്പോ? സോറിയാ, വന്ന വഴി മറന്നുപോയി.